ഹലോ ഗൈസ്, നമ്മളിന്ന് പതിവിൽ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ തന്നെ ഇതാ ചെറിയാക്കി വന്നിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോണത്. മോനാണെങ്കിൽ ഉറക്കത്തുനിന്ന് എടുത്ത് വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അലമ്പായിരുന്നു. ഉറക്കം തെളിയുന്നത് വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാശി പിടിക്കലും കരച്ചിലുമായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്ന്. നമ്മളൊരു 5:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ട് എത്തി. നമുക്കൊരു 1 hour ഡ്രൈവ് ഉള്ളൂ കേട്ടോ. പിന്നേക്കും കറക്റ്റ് സമയത്ത് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയതും ഇക്കാൻ്റെ മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ ഒക്കെ വരാനായിട്ട്. ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ലഗേജ് കിട്ടാനായിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വെയിറ്റ് ചെയ്തത് അവസാനം ഇക്ക വന്നിട്ടുണ്ട്. ഇക്കാൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കൊണ്ടുണ്ടായ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. വരാൻ ഒരു ഉദ്ദേശമില്ലായിരുന്നു. പെരുന്നാളൊക്കെ കണക്കാക്കി വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയൊരു എമർജൻസി ഉണ്ട് നാട്ടിൽ വന്നിട്ട്, അതുകൊണ്ടാണ് കേട്ടോ വേഗം വന്നത്. അപ്പോൾ പിന്നെ മോനാണെങ്കിലും ഇക്കാനെ കിട്ടിയ സമയത്ത് ഇക്കാൻ്റെ മേത്തങ്ങോട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ബോണ്ട് എപ്പോഴും അടിപൊളിയാണ് കേട്ടോ. വലിയ പരിചയക്കുറവോ ഒന്നുമില്ല. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അങ്ങോട്ട് കിടന്ന് പിന്നെ വീട്ടിൽ എത്തോളം ഇക്കാൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാപ്പത്തേക്കിന് അത്യാവശ്യം നല്ല എന്താ പറയുക ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചായയും കൂടി കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ തലേ ദിവസം നൈറ്റാണെങ്കിൽ മോൻ ഉറങ്ങാനൊരു 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെയും കൂടി എഴുന്നേറ്റുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ. പിന്നെ അലർജി ഉള്ളതുകൊണ്ട് രാവിലെ എപ്പോഴും എനിക്ക് എന്താ പറയുക ഭയങ്കര തുമ്മലായിരിക്കും. ഒരു മോർണിംഗ് പേഴ്സണേ അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ട് ഇപ്പം ഞാനങ്ങനെ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാറില്ല. പിന്നെ മോൻക്കാണെങ്കിൽ ഒരു കിൻഡർ ജോയ് വാശിയായിരുന്നു. പിന്നെ കരയിക്കേണ്ട വിചാരിച്ച് അത് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ബീഫ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോണ സമയത്ത്. അപ്പോൾ അതും കൂടി മേടിക്കണം. പിന്നെ അത് ഈ പാടം രാവിലത്തെ ലൈറ്റിങ്ങിൽ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ചെറിയ ആ ഒരു മഞ്ഞിൻ്റെ ഒരു ഇതും പിന്നെ നമ്മുടെ സൺലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. പക്ഷേ ഫോണിൽ അതൊന്നും അങ്ങോട്ട് കിട്ടിയിട്ടില്ല, അതാണ് സത്യം. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു വെതറും കാര്യങ്ങളാണല്ലോ രാവിലെ. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. നമ്മൾ മേടിച്ച് വന്ന ബീഫും പിന്നെ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്രയ്ക്കുള്ളൂ. ടാറ്റാ.